തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കൽ അവസാനിച്ചതോടെ പശ്ചിമ കൊച്ചിയിൽ നിന്ന് കൊച്ചി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മത്സരവീര്യം കടുത്തു. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ വീടുകളിൽ കയറിയുള്ള പ്രചരണങ്ങൾക്കും വാർഡ് തല കൺവെൻഷനുകൾക്കും തുടക്കം കുറിച്ചു. 32 വാർഡുകളിൽ നിന്ന് 92 സ്ഥാനാർത്ഥികൾ പ്രധാന മുന്നണികളിൽ നിന്ന് മത്സരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ കനത്ത പോരാട്ടത്തിലാക്കുന്നു. വാർഡ് തല മത്സരങ്ങൾ കൂടുതൽ വീരും വാശിയുമേറി പോകുന്ന ഘട്ടമാണിപ്പോൾ. സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ജനപിന്തുണ ഉറപ്പാക്കുന്നതിനും വാർഡ് തല കൺവെൻഷനുകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. കൊച്ചിയിൽ 32 വാർഡുകളിൽ നിന്നായി മൊത്തം 92 സ്ഥാനാർത്ഥികൾ പ്രധാന മുന്നണികളിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. അതുകൂടാതെ വിവിധ പാർട്ടി വിമത സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വേറെയുണ്ട്. ചില ഡിവിഷനുകളിൽ പിണക്കങ്ങളും ശക്തമാണ്. നിലവിലെ 9 കൗൺസിലർമാരും 6 മുൻ കൗൺസിലർമാരും ഇത്തവണ വീണ്ടും രംഗത്തുണ്ട്. വിമതർ ഭാഗത്ത് ശ്രദ്ധേയരായി നിലകൊള്ളുന്നത് നഗരസഭയിലെ ആദ്യ BJP കൗൺസിലറായ ശ്യാമള എസ് പ്രഭു, മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ, നിലവിലെ കൗൺസിലർ ബാസ്റ്റിൻ ബാബു എന്നിവരാണ്. 4 വാർഡുകളിലായി NDA സ്ഥാനാർത്ഥികളില്ല എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,